ഹലോ ഗൈസ്, ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നെടുമങ്ങാട് ഒരു കുഞ്ഞു കൊച്ചിനെ ഭക്ഷണം ഉള്ളിൽ, അതായത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അത് വയറ്റി ചെന്ന് അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നുള്ള രീതിയിൽ അമ്മയും അച്ഛനും കൂടെ, അമ്മയല്ല രണ്ടാനച്ഛനും, രണ്ടാനച്ഛനെന്ന് എന്നോട് അച്ഛനും അമ്മയെന്നൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടെണ്ണത്തിൻ്റെയും കാര്യം. എന്നാലും അവർ ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടുപോയ സമയത്ത് മനസ്സിലാകുന്ന കാര്യം നേരത്തെ കൊച്ചു മരിച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് കുട്ടികൾ, അല്ലേ? എനിക്കും ഉണ്ട്. എനിക്ക് 3 കുട്ടികളുണ്ട്, 3 കുഞ്ഞി പിള്ളേരുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പിള്ളേരെ നോക്കി വലുതാക്കി എടുക്കുന്നത്? നമ്മുടെ സ്വന്തം കുട്ടികളല്ലെങ്കിൽ തന്നെ വഴിയരികിൽ കാണുന്ന ഒരു എന്താ പറയുക, ഭിക്ഷയാചിക്കുന്ന കുട്ടികൾ തന്നെ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കും? മുതിർന്ന ആൾക്കാരോട് നമ്മൾ പെരുമാറുന്നവരല്ല ഒരിക്കലും നമ്മൾ കുട്ടികളോട് പെരുമാറുന്നത്. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട 90% ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, മനസാക്ഷിനെ ഒരു രീതിയിലും പറഞ്ഞ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഈ കഴിഞ്ഞ ആ സംഭവം നടന്നത്. ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സാധാരണക്കാരായ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഓമനിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നെടുമങ്ങാട് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ പിള്ളേരെയൊക്കെ നമ്മൾ എത്ര ഒരു ചെറിയ അവരുടെ ദേഹത്തൊരു, നമ്മുടെ ദേഹത്ത് എന്ത് കൊണ്ടാലും നമ്മൾ അപ്പനമാരങ്ങനെയാണ് അല്ലേ, അച്ഛനും അമ്മ അങ്ങനെയാണ്. നമ്മുടെ ദേഹത്ത് എന്ത് സംഭവിച്ചാലും നമ്മുടെ കുട്ടികളുടെ ദേഹത്ത് ഒരു പോറൽ സംഭവിക്കാൻ ഒരു അപ്പനും അമ്മയെ സമ്മതിക്കൂല. അതേ സ്ഥാനത്താണ് ആ ഒരു തള്ളച്ചി. എന്താ അവളെ പറയേണ്ടത്? അമ്മയെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഒരു കാമുകൻ അല്ലെങ്കിൽ രണ്ടാം ഭർത്താവ് ആയിക്കോട്ടെ, പുള്ളിക്കാരനെ കൂടെ നിർത്തി അവള് പോലീസുകാരോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഭർത്താവ് നേരത്തെ കൊച്ചിനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സ്വന്തം കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കാൻ, അല്ലെങ്കിൽ അവള് കൂടെ ഉപദ്രവിക്കാൻ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുട്ടി നൊന്ത് പ്രസവിച്ച കുട്ടിയല്ലേ അല്ലേ? അമ്മ എന്ന് പറയുന്നതിന് അതിനൊക്കെ ഒരു വാക്കിനൊരു വിലയുള്ള സംഭവമാണ്. വെറുതെ നമുക്ക് അങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റുന്ന സാധനമല്ല ഈ അമ്മ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ കൊച്ചിനെ സിഗരറ്റ് 51 എന്താ പറയുക മുറിവുകളുണ്ടെന്നാണ് ആ കൊച്ചിൻ്റെ ദേഹത്ത്. ഒരു ചെറിയ കൊച്ചിൻ്റെ ദേഹത്ത് 51 മുറിവ് എന്നൊക്കെ പറയുമ്പോൾ എന്താ നമുക്ക് അതിനകത്ത് പറയാനുള്ളത്? ആ ഒരു അവസ്ഥയിൽ ഇയാള് എനിക്ക് സാറിന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തപ്പിത്തരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എല്ലാം ഫ്ലുവൻ്റായിട്ട് പറഞ്ഞു പോകുന്നതാണ്. എനിക്ക് അങ്ങനെ ഓർത്തെടുക്കണ്ട. പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്ത്, നിങ്ങൾ ടെക്കിൻ്റെ അകത്തൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും. പക്ഷെ എനിക്കിത് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സങ്കടമുള്ളൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് എങ്ങനെ കിട്ടുന്നു, നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ എന്താണ് പുള്ളിക്ക് കിട്ടുകയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇവർക്ക് ശരിയായ രീതിയിൽ ഇതൊരു പാഠമായിരിക്കണം. ഒരു രീതിയിലും ഒരു കുട്ടികളെയും ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പം ഇതേ സമയം ഞാൻ വേറൊരു വാർത്ത കണ്ടു. വേറെ ഏതോ ഒരു സംസ്ഥാനത്താണ്, നമ്മുടെ സംസ്ഥാനം എനിക്ക് റെഡിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു കുട്ടീനെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്ന ഒരാൾ, അതായത് ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന ഒരാൾ അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൊച്ചിനെ, അതായത് 1-2 വയസ്സുള്ള കൊച്ചിനെ എറിഞ്ഞു കൊന്നു. 3-4 പ്രാവശ്യം എറിഞ്ഞിട്ട് കൊന്നു. അങ്ങനെ കൊന്ന അയാളെ പോലീസുകാർ വെടിവെച്ച് കൊന്നു. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്കും വേറൊന്നും നോക്കാനില്ല, അതിൻ്റെ അകത്ത് വേറൊന്നും നോക്കാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് എന്നല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. എത്ര നല്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ ആ പോലീസുകാർ കേസന്നെ, അതായത് അതിൻ്റെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഇയാളെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെയുള്ള നാട്ടുകാർ ഓടി അടിക്കാൻ തോന്നുന്നുണ്ട്. അവിടെ നിന്ന് നാട്ടുകാരൻ പോലീസുകാരോട് പറഞ്ഞ, ചേട്ടാ ഞാൻ ഒരടി അവർക്കിട്ട് അടിച്ചോട്ടെ, അയാൾക്കിട്ട് അവനിട്ട് ഞാൻ ഒന്ന് കൊടുത്തോട്ടെ, എനിക്കൊരു സമ്മാനത്തിന് വേണ്ടി ഒന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. പോലീസുകാർ വളഞ്ഞിട്ടാണ് അവനെ അത്രയ്ക്ക് സംരക്ഷണയിലാണ് കൊണ്ടത്. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. പോലീസുകാർ നല്ല സംരക്ഷിച്ചുകൊണ്ടാണ് അവനെ കൊണ്ടുവരുന്നു, തെളിവെടുക്കുന്നു, പോറൽ പോലും ഇല്ലാതെ അവനെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയിടുന്നു. അവൻ കുറേ കാലം കഴിയുമ്പോൾ പുറത്തിറങ്ങും. നമ്മളെല്ലാവരുടെയും പ്രത്യേകത അതാണ്, നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാം മറന്നു പോകും. അപ്പം ഇതെല്ലാം മറന്ന് അവൻ പിന്നെയും നാട്ടിലിറങ്ങും. അവനും ഈ പറഞ്ഞ പെണ്ണും
അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല, ആ കൊച്ചിൻ്റെ അമ്മ, അവളും കൂടെ ഇറങ്ങും, സുഖമായിട്ട് ജീവിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. 10-15 കൊല്ലം ഒരു ശിക്ഷ കിട്ടും, അവർ പുറത്തിറങ്ങും, അവർ സുഖമായിട്ട് ജീവിക്കും. ആലോചിച്ചാൽ മനസ്സിലാവും. അതായത് ആ ഒരു പെണ്ണിൻ്റെ അമ്മയും അച്ഛനും തന്നെ പറയുന്നുണ്ട്, നേരത്തെ തന്നെ ഈ കൊച്ചിനെ ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾ വളർത്തിക്കോളാം, നിങ്ങളാരും ഈ കൊച്ചിനെ കാര്യം ആലോചിക്കണ്ടെന്ന് അമ്മയും അച്ഛനും പറഞ്ഞായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അറിയത്തില്ല. നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ എത്ര അനാഥാലയങ്ങളും എത്ര കാര്യങ്ങളുണ്ട്, എന്തിനാ കൊല്ലുന്നേ? ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനകത്തിനാ ഈ പിഞ്ച് കുഞ്ഞുങ്ങളെ. കാരണം മക്കളുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും ഇത് കേൾക്കുമ്പം വല്ലാണ്ട് അങ്ങോട്ട് പൊള്ളും. നമുക്ക് എനിക്ക് 3 പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേർ. നമ്മളവരെ എങ്ങനെയാണ് നോക്കുന്നത്? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ പിള്ളേർക്ക് ഇതേ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഏതറ്റം വരെ നമ്മൾ പോകും അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ്. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള സംഭവത്തിനൊന്നും പ്രതികരിക്കാൻ, പക്ഷേ എനിക്കിത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഒരു മനുഷ്യന്മാർക്കും പറ്റത്തില്ല. എന്തായാലും അവനൊക്കെ ജയിലിലെ നല്ല ഉണ്ടേം തിന്നിട്ട് നല്ല രീതിയിൽ 600 രൂപ ശമ്പളം ഉണ്ടല്ലോ ഇപ്പം, നല്ല രീതിയിലുള്ള ശമ്പളവും ജയിൽ ശിക്ഷയെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ ഇറങ്ങി വരും. എന്നിട്ട് വീണ്ടും ഈ പരിപാടിയൊക്കെ തന്നെ ചെയ്യട്ടെ. ശരിക്ക് തടവ് ശിക്ഷയൊന്നും കൊടുത്താൽ പോരാ, തൂക്കുകയറ് തന്നെ കൊടുക്കണം എൻ്റെ അഭിപ്രായത്തിൽ. എന്താവൊന്നും അറിയത്തില്ല. ഓക്കെ.